+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചാപ്റ്റർ 10 സ്ട്രെയിറ്റ് ലൈൻസ് പാർട്ട് 5. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത് വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. അതിൽ തന്നെ ഇക്വേഷൻ ഓഫ് എ വെർട്ടിക്കൽ ലൈൻ, അതായത് x = a, മറ്റൊന്ന് ഇക്വേഷൻ ഓഫ് എ ഹൊറിസോണ്ടൽ ലൈൻ y = b. തേർഡ് നാം പഠിച്ചത് ഇക്വേഷൻ ഓഫ് എ ലൈൻ passing through x1 y1 with the slope m is y minus y1 equal to m into x minus x1. നാലാമത് പഠിച്ചത് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ x1 y1 ആൻഡ് x2 y2 ഈസ് y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x1. ദെൻ അഞ്ചാമത് പഠിച്ചത് ഇക്വേഷൻ ഓഫ് എ ലൈൻ with the slope m having y-intercept c is y equal to mx plus c. ആറാമത് ഉള്ള ഇക്വേഷൻ പഠിച്ചത് ഇക്വേഷൻ ഓഫ് എ ലൈൻ with the slope m having x-intercept d is y equal to m into x minus d. ഈ 6 ഇക്വേഷനാണ് പഠിച്ചത്. നമുക്കിനി അടുത്ത ഇക്വേഷൻ ഇൻ്റർസെപ്റ്റ് ഫോം. ഇവിടെ ഈ ഇൻ്റർസെപ്റ്റ് ഫോമിൽ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു ലൈൻ. ഇൻ്റർസെപ്റ്റ് ഫോമിൽ നമുക്കുള്ളത് ഒരു ലൈനാണ്. ആ ലൈനിൽ തന്നിരിക്കുന്ന ഡാറ്റകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് തന്നിരിക്കുന്ന ലൈൻ എൽ, നമ്മൾ എല്ലായ്പ്പോഴും സൂചിപ്പിക്കുന്നത് ലൈനിനെ എൽ ആയിട്ടാണ്, സ്മോൾ എൽ. ഇവിടെ ഈ ലൈനിൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 2 ഡയമെൻഷണൽ കേസാണ്. അതുകൊണ്ട് തന്നെ ഒരു ലൈനിന് നമുക്ക് 2 ഡാറ്റകളാണ് ആവശ്യം. ഇവിടെ തന്നിരിക്കുന്നത്, അതായത് ഒറിജിനിൽ നിന്ന് ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്ന ഒന്ന്. അത് ബി ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒറിജിനിൽ നിന്ന് ലൈൻ എൽ എന്ന ലൈൻ എക്സ് ആക്സിസ് ഉണ്ടാക്കുന്ന ആ ഡിസ്റ്റൻസ് അത് ബി ആയിട്ടുമാണ് എ ആയിട്ടുമാണ് തന്നിട്ടുള്ളത്, സ്മോൾ എ. അതുകൊണ്ട് നമുക്ക് ആ വാല്യൂവിനെ എ എന്ന ലെങ്ത്തിനെ എക്സ് ആക്സിസിനെയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പേര് കൊടുക്കാം. അതായത് അപ്പോൾ നമുക്ക് അവിടുത്തെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കോർഡിനേറ്റ്സും കൂടി നമുക്ക് പറയാം, a,0. അതുപോലെ ഒറിജിനിൽ നിന്ന് വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് ബി ആണെങ്കിൽ അതിനെ നമുക്ക് വൈ ഇൻ്റർസെപ്റ്റ് എന്നും പറയാം. അതിൻ്റെ കോർഡിനേറ്റ്സ് അതുകൊണ്ട് തന്നെ 0b. ഇതൊരു വൈ ആക്സിസിലെ പോയിൻ്റാണ്, അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അതായത് ഈ 2 പോയിൻറ്റും കിട്ടുന്നതോടെ തന്നിരിക്കുന്ന ലൈൻ എൽ എന്ന ലൈൻ യുണീക്കായിരിക്കും. അതായത് എയും ബിയും വ്യത്യാസപ്പെടുത്താതെ ഈ ലൈൻ മാറ്റാനാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം കൺസിഡർ ദ ലൈൻ. കൺസിഡർ ദ ലൈൻ എൽ. കൂടാതെ അതിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് വിത്ത് എക്സ് ഇൻ്റർസെപ്റ്റ് എ ആൻഡ് y intercept b. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം the line passes through, thus the line passes through 2 points, a,0 and 0b. അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വേഷൻ ഓഫ് ദ റിക്വേർഡ് ലൈൻ കാണാം. അതായത് 2 പോയിൻറ്റ് ഫോം. അതായത് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ്, ഫോർമുല കൊടുക്കാം. അതായത് y മൈനസ് y1 ബൈ y2 minus y1 equal to
എക്സ് മൈനസ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. ഇതിൽ ഡയറക്റ്റായിട്ട് നമുക്ക് വാല്യൂ കൊടുത്താൽ a0 എന്നുള്ളത് x1 y1, 0b എന്നുള്ളത് x2 y2 ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് y മൈനസ് 0 ബൈ b മൈനസ് 0 ഈക്വൽ ടു എക്സ് മൈനസ് എ ബൈ 0 മൈനസ് എ. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. y ബൈ b ഈക്വൽ ടു y ബൈ b ഈക്വൽ ടു എക്സ് മൈനസ് എ ബൈ മൈനസ് എ. നമുക്കിത് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം. നേരത്തെ ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടി എഴുതാം. അതായത് y ബൈ b ഈക്വൽ ടു എക്സ് മൈനസ് എ ബൈ മൈനസ് എ. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് എ വൈ ഈക്വൽ ടു ബി എക്സ് മൈനസ് എ ബി. ഇതിനെ ഒന്നും കൂടി നമുക്ക് ഓർഡറാക്കി എഴുതിയാൽ ബി എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയാൽ എല്ലാം നെഗറ്റീവാണ്. അതുകൊണ്ട് എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എല്ലാറ്റിനെയും പോസിറ്റീവ് ആക്കിയിട്ടും എഴുതാം. അതായത് ബി എക്സ് പ്ലസ് എ വൈ ഈക്വൽ ടു എ ബി. ഈ ഇക്വേഷനെ മൊത്തത്തിൽ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബി എക്സ് ബൈ എ ബി പ്ലസ് എ വൈ ബൈ എ ബി ഈക്വൽ ടു എ ബി ബൈ എ ബി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ബി ബി എ ബി എല്ലാം ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതാണ് ഇൻ്റർസെപ്റ്റ് ഫോമിലുള്ള ലൈനിൻ്റെ ഇക്വേഷൻ. നമുക്കിതിനെ വേറെ രീതിയിലും കൂടി പറയാം. എക്സ് ബൈ എക്സ് ഇൻ്റർസെപ്റ്റ് പ്ലസ് വൈ ബൈ വൈ ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു 1. ഇൻ്റർസെപ്റ്റ് ഫോമിലുള്ള ലൈനിൻ്റെ ഇക്വേഷൻ. നമുക്ക് ആവശ്യമുള്ളൊരു ഫോർമുലയാണ് ഇൻ്റർസെപ്റ്റ് ഫോം. ഇൻ്റർസെപ്റ്റ് ഫോം. ദെൻ നെക്സ്റ്റ് ഫോർമുല. നമുക്കിനി അടുത്ത കേസിൽ തന്നിരിക്കുന്നത് ദെൻ മറ്റൊരു ഇക്വേഷൻ. അടുത്ത സെറ്റിലും നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു ലൈൻ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലൈൻ. ഇതിനെയും നമുക്ക് കഴിഞ്ഞ തവണ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനെ നമുക്ക് പേര് കൊടുക്കാം. എൽ. എൽ ആണ് കഴിഞ്ഞ തവണ കൊടുത്ത പോലെ തന്നെ ഇവിടെയും എൽ. കൂടാതെ ഈ കേസിൽ നമുക്ക് തന്നിരിക്കുന്നത്, നമ്മളെല്ലായ്പ്പോഴും സൂചിപ്പിക്കുന്നു, നമുക്കൊരു ലൈൻ വരയ്ക്കാൻ 2 ഡാറ്റകളാണ് ആവശ്യം. ആദ്യത്തെ കേസിൽ നമുക്ക് ഒരു പോയിൻറ്റും ആ ലൈനിൻ്റെ ഒരു സ്ലോപ്പും ആയിരുന്നു തന്നിരുന്നത്. പിന്നീട് നമുക്ക് 2 പോയിൻ്റ് തന്നു. പിന്നെ സ്ലോപ്പും വൈ ഇൻ്റർസെപ്റ്റും, സ്ലോപ്പും എക്സ് ഇൻ്റർസെപ്റ്റും, എക്സ് ഇൻ്റർസെപ്റ്റ് വൈ ഇൻ്റർസെപ്റ്റ്. എപ്പോഴും നമുക്ക് 2 ഡാറ്റകളാണ് ഒരു ലൈനിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഇവിടെ നമുക്ക് തരുന്നത് അതായത് ഒറിജിനിൽ നിന്ന് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ലെങ്ത്ത്. അതായത് ഒറിജിനിൽ നിന്ന് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ലെങ്ത്ത്. ഇതാണ് ആ പെർപെൻഡിക്കുലർ ലെങ്ത്ത് തന്നിരിക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് തരുന്നത് ഈ ലൈനും എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന പോസിറ്റീവ് ഡയറക്ഷനായിട്ട് വരുന്ന ആംഗിൾ. ഈ 2 ഡാറ്റകളാണ് നമുക്ക് തരുന്നത്. നമുക്കറിയാം ഈ ഡിസ്റ്റൻസിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ പി ആയിട്ടാണ്. പി ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. പിന്നെ കൂടാതെ ഈ ആംഗിളുമാണ് നമുക്ക് തരുന്നത്. ആ ആംഗിളിനെ നമ്മൾ ഒമേഗ എന്നാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഇതൊരു പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്, 90 ഡിഗ്രി. അപ്പോൾ ഈ പിയും ഒമേഗയും മാറ്റം വരുത്താതെ നമുക്ക് ഈ ലൈൻ മാറ്റം വരുത്താനാവില്ല. അതായത് ഈ പി മാത്രം നമുക്ക് മാറ്റം വരുത്താതെ ആണെങ്കിൽ ഒമേഗ മാറും. ഇനി ഒമേഗ മാറാത്ത രീതിയിൽ നമുക്കിതിന് ആംഗിള് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പിയുടെ ലെങ്ത്ത് മാറിക്കൊണ്ടിരിക്കും. അതായത് ഒമേഗയും പിയും രണ്ടും ഒരേപോലെ മാറാതെ നമുക്ക് ഈ ലൈൻ മാറ്റാനാവില്ല. അതുകൊണ്ട് ഇതൊരു ഫിക്സഡ് ലൈനാണെന്ന് അർത്ഥം. നമുക്ക് ഈ പോയിൻറ്റിനെ ക്യാപിറ്റൽ എ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലൈനിനെ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ
പെർപെൻഡിക്കുലർ നമുക്കൊന്ന് വരയ്ക്കാം. നമുക്കിവിടുത്തെ പോയിൻ്റ് ക്യാപിറ്റൽ ബി ആയിട്ടും കൊടുക്കാം. നമുക്കിവിടെ ആവശ്യം ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു എ എന്നുള്ള ഈ ഒരു പോയിൻ്റാണ് നമുക്കിവിടെ ആദ്യമായിട്ട് ആവശ്യമുള്ളത്. ആ എ എന്നതിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടാൻ നമുക്കിവിടെ ഒ എന്ന ഈ പോയിൻ്റ് ഉപയോഗിച്ചാൽ ഒ ബി എ ബി ഇങ്ങനെ രണ്ട് ഡിസ്റ്റൻസ് നമുക്കുണ്ട്. അതായത് ഒ ബി അതുപോലെ തന്നെ എ ബി ഇങ്ങനെ രണ്ട് കേസ്. നമുക്കിത് ആ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒ ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റാണ്. എ ബി എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റാണ്. അതുകൊണ്ട് നമുക്കിതിനെ ഇങ്ങനെയും കൂടി എഴുതാം. അതായത് കോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ഈക്വൽ ടു ഒ ബി ബൈ പി ആണ്. അതുകൊണ്ട് നമുക്ക് ഒ ബി എന്നുള്ളതിനെ പി കോസ് ഒമേഗ എന്ന് പറയാം. അതായത് ഒ ബി എന്ന് പറഞ്ഞാൽ ഫിഗർ പ്രകാരം ഒ ബി എന്ന് പറഞ്ഞാൽ പി കോസ് ഒമേഗ. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് എ ബി എന്ത് കാണാനെങ്കിൽ സൈൻ ഒമേഗ കണ്ടാൽ മതി. സൈൻ ഒമേഗ ഈക്വൽ ടു ഇതേ രീതിയിൽ നമുക്ക് സൈൻ ഒമേഗ ഈക്വൽ ടു എ ബി ബൈ പി ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എ ബി കണ്ടെത്താം. എ ബി ഈക്വൽ ടു പി സൈൻ ഒമേഗ. അതുകൊണ്ട് തന്നെ നമുക്ക് എയുടെ കോർഡിനേറ്റ്സ് എഴുതാം. എന്തായിരിക്കും എയുടെ കോർഡിനേറ്റ്സ്? ഒ ബി ആണ് എക്സ് കോർഡിനേറ്റ്, അതായത് പി കോസ് ഒമേഗ, പി സൈൻ ഒമേഗ. അപ്പോൾ നമുക്ക് ഒരു പോയിൻ്റ് കിട്ടി. ഇനി ഒരു പോയിൻ്റ് കിട്ടിയാൽ നമുക്ക് ഒന്നുകിൽ ഒരു പോയിൻ്റും കൂടി കിട്ടണം, അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് കിട്ടണം. നമുക്ക് ഈ സ്ലോപ്പ് കിട്ടാൻ അതിനു വേണ്ടി നമുക്കൊരു കാര്യം അറിയാം. പിയുടെ സ്ലോപ്പും ഒയുടെ സ്ലോപ്പും എൽ എന്ന ലൈനിൻ്റെ സ്ലോപ്പും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1. അപ്പോൾ നമ്മൾ ആദ്യം സ്ലോപ്പ് ഓഫ് പി ഒയുടെ സ്ലോപ്പ് കാണുന്നു. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് എഴുതാം. അതായത് കൺസിഡർ എ ലൈൻ L whose perpendicular distance from the origin is capital P and the angle made by the perpendicular with positive direction of x-axis ഈസ് ഒമേഗ. നമ്മൾ തന്ന രണ്ട് ഡാറ്റയെ പറ്റിയിട്ടും വിശദീകരിച്ചു എന്ന് മാത്രം. ഇപ്പം നമുക്ക് കിട്ടിയത് എയുടെ കോർഡിനേറ്റ്സ് അറിയാം. നമുക്കത് ഒന്ന് എടുത്തെഴുതാം. കോർഡിനേറ്റ്സ് ഓഫ് എ, കോർഡിനേറ്റ്സ് ഓഫ് ക്യാപിറ്റൽ എ പി കോസ് ഒമേഗ, പി സൈൻ ഒമേഗ. നമുക്കിനി എൽ എന്ന ലൈനിൻ്റെ സ്ലോപ്പും കൂടിയാണ് കിട്ടേണ്ടത്. അതിനുവേണ്ടി പിയുടെ സ്ലോപ്പ് കാണുന്നു. സ്ലോപ്പ് ഓഫ് പി ഈസ് given ഒമേഗ, ദാറ്റ് ഈസ് ടാൻ ഒമേഗ, ഈസ് ടാൻ ഒമേഗ. അതുകൊണ്ട് നമുക്ക് എഴുതാം സ്ലോപ്പ് ഓഫ് എൽ എന്ന ലൈനിൻ്റെ സ്ലോപ്പ് ഈസ് -1/tan ഒമേഗ, നെഗറ്റീവ് റെസിപ്രോക്കൽ. ഇപ്പോൾ നമുക്ക് കിട്ടിയത് സ്ലോപ്പും കിട്ടി, ഒരു പോയിൻറ്റും കിട്ടി. സ്ലോപ്പും ഒരു പോയിൻറ്റും കിട്ടിയാൽ നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അതുകൊണ്ട് സ്ലോപ്പ് ഓഫ് ദ റിക്വയർഡ് ലൈൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ്
equation of line L, that is circular line, is ആദ്യം നമുക്ക് ഫോർമുല കൊടുക്കാം. y minus y1 equal to m into x minus x1, y minus p sin omega equal to minus 1 by tan omega into x minus p cos omega. ഇതിനെ വീണ്ടും മാറ്റിയാൽ y minus p sin omega equal to 1 by tan omega means cot omega, that is minus cos omega by sin omega into x minus p cos omega. Cross multiply ചെയ്താൽ sin omega into y minus p sin omega equal to minus x cos omega plus p cos square omega. Expand ചെയ്യുമ്പോൾ y sin omega minus p sin square omega equal to minus x cos omega plus p cos square omega. ഇതിൽ എക്സ് കോസ് ഒമേഗ ലെഫ്റ്റിലേക്ക് മാറ്റുന്നു. എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി സൈൻ സ്ക്വയർ ഒമേഗ പി കോസ് സ്ക്വയർ ഒമേഗ, പി കോൺസ്റ്റൻറ്റ് കോമൺ, സൈൻ സ്ക്വയർ ഒമേഗ പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ. വി നോ sin square omega plus cos square omega equal to 1. Therefore, we can write x cos omega plus y sin omega equal to p is the required equation of the line in normal form. Normal formiലുള്ള equation. x cos omega plus y sin omega equal to p. ഇതോടെ നമുക്ക് ആകെയുള്ള 8 ഇക്വേഷനും പഠിച്ചു കഴിഞ്ഞു. ആ 8 ഇക്വേഷൻ, ഒന്ന് ഇക്വേഷൻ ഓഫ് എ വെർട്ടിക്കൽ ലൈൻ എക്സ് ഈക്വൽ ടു എ, മറ്റത് ഇക്വേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ലൈൻ വൈ ഈക്വൽ ടു ബി, ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ പോയിൻറ്റ് x1 y1 വിത്ത് സ്ലോപ്പ് m, y minus y1 equal to m into x minus x1, then equation of a line passing through x1 y1 and x2 y2, y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x1, equation of a line with slope m having y-intercept c, y equal to mx plus c. Then equation of a line with slope m having x-intercept d, y equal to m into x minus d. Then intercept form, x by a plus y by b equal to 1. Then normal form, x cos omega plus y sin omega equal to p. Then ഈ 8 ഫോർമുലയാണ് പഠിച്ചത്. ഈ 8 ഫോർമുലയും ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് തുടർന്ന് നാം ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഇതുവരെ 13 ക്വസ്റ്റ്യനാണ് ചെയ്തിട്ടുള്ളത്. 14 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 14. Find the equation of the line which passes through the point minus 4 3 with the slope 1 by 2. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡയറക്റ്റായിട്ട് എഴുതാൻ പാകത്തിലുള്ളതാണ്. ഒരു പോയിൻ്റും തന്നിട്ടുണ്ട്, സ്ലോപ്പും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതാം. അതായത് ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ്, ഫോർമുല കൊടുക്കാം. അതായത് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1, ദാറ്റ് ഈസ് y മൈനസ് 3 ഈക്വൽ ടു m 1 by 2 എക്സ് മൈനസ് മൈനസ് 4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2y മൈനസ് 6 ഈക്വൽ ടു എക്സ് പ്ലസ് 4. x term first, y second and constant.
അതായത് എക്സ് മൈനസ് 2y പ്ലസ് 10 ഈക്വൽ ടു 0. X term, y term and constant gives the equation of the line. Question number 15. Find the equation of the line which passes through 0, 0 with the slope m. സ്ലോപ്പ് തന്നിട്ടുണ്ട്, ഒരു പോയിൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇക്വേഷൻ ഓഫ് ദ ലൈൻ is formula y minus y1 equal to m into x minus x1. ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുത്താൽ y മൈനസ് 0 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് 0, അതായത് y ഈക്വൽ ടു എം എക്സ്. y ഈക്വൽ ടു എം എക്സ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഈ ഇക്വേഷൻ നമുക്ക് പിന്നീട് ആവശ്യമുള്ള ഇക്വേഷനാണ്. അതായത് ഇതാണ് നമ്മുടെ ലൈനെങ്കിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഇങ്ങനെ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷനാണെങ്കിൽ ആ ഒറിജിനിലൂടെ പോകുന്ന ലൈൻ നമുക്ക് ഇതാ ഒറിജിനിലൂടെ പോകുന്ന ഒരു ലൈൻ, ദെൻ മറ്റൊരു ലൈൻ, ഒറിജിനിലൂടെ പോകുന്ന അടുത്തൊരു ലൈൻ, ഒറിജിനിലൂടെ പോകുന്ന ലൈൻ, ദെൻ ഒറിജിനിലൂടെ പോകുന്ന ലൈൻ, ഒറിജിനിലൂടെ പോകുന്ന ലൈൻ. ഇങ്ങനെ ധാരാളം ലൈൻസ് നമുക്ക് ഒറിജിനിലൂടെ പോകുന്നതായിട്ട് വരയ്ക്കാം. ഈ ലൈനിൻ്റെ പ്രത്യേകത എക്സ് ടേം ഉണ്ട്, വൈ ടേം ഉണ്ട്, കൂടെ കോൺസ്റ്റൻ്റ് ഇല്ല. അപ്പോൾ കോൺസ്റ്റൻ്റ് ഇല്ലാത്ത ലൈനിൻ്റെ പ്രത്യേകത അത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു എന്നതാണ്. അതായത് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ വിത്ത് സ്ലോപ്പ് എം ഈസ് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. നമുക്ക് ആവശ്യമുള്ള ഒരു ഇക്വേഷനാണിത്. ഫിഗർ ഇവിടെ ഒന്ന് വരച്ചു എന്ന് മാത്രം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 16. Find the equation of the line which intersects the x-axis at a distance of 3 units to the left of the origin with the slope -2. അതായത് intersect ചെയ്യുന്നത് the x-axis at a distance of 3 units. അതായത് x intersect 3 യൂണിറ്റ് ആണ്, സ്ലോപ്പ് -2. അതായത് ഇത് നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ ഇൻ്റർസെപ്റ്റ് ഫോം ഹാവിങ് എക്സ് ഇൻ്റർസെപ്റ്റ് 3 ആൻഡ് സ്ലോപ്പ് -2. അതായത് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ is y equal to m into x minus d. ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുത്താൽ m is -2, x -3. അതായത് y equal to -2x plus 6. സിംപ്ലിഫൈ ചെയ്താൽ 2x ലെഫ്റ്റ് സൈഡ്, 2x plus y minus 6 equal to 0 is the equation of the line. Then question number 17. Find the equation of the line which intersects the y-axis at a distance of 2 units above the origin and makes an angle of 30 degree with the positive direction of x-axis. ഇവിടെ പറയുന്നു y-axis at a distance of 2 units. അതായത് ഇവിടെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ഹാവിങ് y intercept 2 and slope tan 30 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഫോർമുലയുടെ കൺസെപ്റ്റ് പ്രകാരം ഇക്വേഷൻ ഓഫ് എ ലൈൻ എഴുതാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് y equal to mx plus c. ഇതിലിവിടെ നമുക്ക് തന്നിട്ടുള്ള c തന്നിട്ടുണ്ട് 2. കൂടാതെ ഇവിടെ ടാൻ തീറ്റ സ്ലോപ്പാണ് നമുക്ക് ആവശ്യം. സ്ലോപ്പ് എം എല്ലാം ഒന്ന് തന്നെയാണ്. ടാൻ തീറ്റ സ്ലോപ്പ് എം ഈക്വൽ ടു ഇവിടെ 30 ആണ്. ടാൻ 30
tan 30 ഈക്വൽ ടു 1/√3. ഇതാണ് നമുക്ക് എമ്മിൻ്റെ വാല്യൂ. അതുകൊണ്ട് ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഇക്വേഷൻ ഓഫ് ദ റിക്വയേർഡ് ലൈൻ, of the required line is y equal to m 1/√3x plus c equal to 2. √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ √3y equal to x plus 2√3. ഒന്നും കൂടി ഒന്ന് ഓർഡർ ആക്കിയാൽ എക്സ് മൈനസ് √3y പ്ലസ് 2√3 ഈക്വൽ ടു 0 ഈസ് ദ റിക്വയേർഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. Then question number 18. Find the equation of the line which passes through the points -1, 1 and 2, 4. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 പോയിൻ്റ് തന്ന ഇക്വേഷൻ. നമുക്ക് നേരിട്ട് ഫോർമുല എഴുതാം. Equation of the line, equation of the line is 2-point formula equation. Y minus y1 by y2 minus y1 equal to x minus x1 by x2 minus x1. ഡയറക്റ്റ് വാല്യൂ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് y minus 1 by -4 minus 1 equal to x minus -1 by 2 minus -1. That is y minus 1 by -5 equal to x plus 1 by 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3y minus 3 equal to -5x minus 5. Simplify ചെയ്താൽ x term first 5x plus 3y plus 2 equal to 0. Then question number 19. Find the equation of the line which is at a perpendicular distance of 5 units from the origin and the angle made by the perpendicular with the positive x-axis is 30 degree. ഇവിടെ ഡാറ്റ തന്നിരിക്കുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് 5 യൂണിറ്റ്സ്, അതായത് തന്നിരിക്കുന്ന ഡാറ്റ പി ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദ ലൈൻ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 5. കൂടാതെ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, അതായത് ഒമേഗയും തന്നിട്ടുണ്ട്. ഒമേഗ ഈക്വൽ ടു 30 ഡിഗ്രി. അതായത് ഇക്വേഷൻ ഓഫ് ദ ലൈൻ നോർമൽ ഫോമിലുള്ള ഇക്വേഷനാണ് ഇത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എഴുതാം ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് x cos omega plus y sin omega equal to p. അതായത് x cos omega cos 30 plus y sin 30 equal to 5. x into cos 30 means √3/2. sin 30 means 1/2 equal to 5. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ √3x പ്ലസ് y ഈക്വൽ ടു 10. നമുക്കൊന്നും കൂടി മാറ്റി എഴുതാം. √3x പ്ലസ് y minus 10 equal to 0 is the required equation of the line. Then question number 20. Find the equation of the line passing through -3, 5 and perpendicular to the line joining line through the points 2, 5 and -3, 6. ക്വസ്റ്റ്യൻ പറയുന്നത് -3, 5 എന്ന പോയിന്റിലൂടെയും പോകണം, പിന്നെ കൂടാതെ 2, 5 -3, 6 ഈ രണ്ട്
പോയിൻറ്റും ജോയിൻ ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലറായ അതിനും കൂടി പാസ് ചെയ്യുന്ന ലൈനായിരിക്കണം. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. 2, 5, -3, 6 ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുമായിരിക്കണം. -3, 5 പാസ് ചെയ്യുകയും വേണം. അപ്പോൾ നമ്മളവിടെ ആദ്യം ചെയ്യുന്നത് ഈ 2 പോയിൻ്റ് ഉപയോഗിച്ച് സ്ലോപ്പ് കാണുന്നു, അതുപയോഗിച്ച് റിക്വേർഡ് ലൈനിൻ്റെ സ്ലോപ്പ് കാണുന്നു, കൂടാതെ പോയിൻ്റ് തന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് സ്ലോപ്പ് കാണുന്നു, അതായത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ, slope of the line joining the points joining the points 2, 5 and -3, 6 is m. 2 പോയിൻ്റ് തന്ന സ്ലോപ്പ് കാണുന്നത് y2 minus y1 by x2 minus x1 equal to -1/5. ഇതാണ് സ്ലോപ്പ്. ഇതിനനുസരിച്ച് നമുക്ക് റിക്വേർഡ് ലൈനിൻ്റെ സ്ലോപ്പ് കാണാം, അതായത് സ്ലോപ്പ് ഓഫ് ദ റിക്വയേർഡ് ലൈൻ slope of the required line is നെഗറ്റീവ് റെസിപ്രോക്കൽ. സൈൻ മാറ്റുന്നു, റെസിപ്രോക്കൽ എടുക്കുന്നു. ഇനി ഇപ്പോൾ സ്ലോപ്പ് കിട്ടിയിട്ടുണ്ട്, ഒരു പോയിൻറ്റും തന്നിട്ടുണ്ട്, അതായത് ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് ലൈൻ. ഇക്വേഷൻ ഓഫ് ദ റിക്വയർഡ് ലൈൻ is y minus y1 equal to m into x minus x1, that is y minus 5 equal to m 5, x minus -3. Simplify that. Y minus 5 equal to 5x plus 15. X term first, that is 5x minus y plus 20 equal to 0 is the required equation of the line. ഈ സെക്ഷനിൽ നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ 8 ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലൈനിനെ സംബന്ധിച്ചുള്ള 8 ഇക്വേഷൻ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.